വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ HSA പരീക്ഷ ഇങ്ങ് അടുത്ത് വരികയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയുടെ പ്രിപ്പറേഷൻസ് ലെവലൊക്കെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ആദ്യ 50 റാങ്കിനുള്ളിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ ടിപ്പ് ഇത്രയുമേ ഉള്ളൂ. SRP, സ്ട്രാറ്റജിക് റിസോഴ്സ് പ്ലാനിങ്. ഈ 3 അക്ഷരമാണ്. ഈ 3 വേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ വരാം. ആ SRPയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന കാര്യമാണ് അല്ലേ? ഏതൊരു എക്സാം നമ്മൾ എഴുതിയാലും നമുക്ക് എന്താണ്, ആ എക്സാമിൻ്റെ സിലബസ് വളരെയധികം കൃത്യതയോടുകൂടി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്തായി പോവും? നമുക്ക് കൃത്യമായ ട്രാക്കിലേക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം പഠിക്കും, കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ നമുക്ക് കൃത്യമായ ഒരു ട്രാക്കിലേക്ക് എത്താൻ സാധിക്കത്തില്ല. ഇനി ഈ ഒരു സിലബസ് അനാലിസിസ് മാത്രം നിങ്ങൾക്ക് മതിയോ? നമുക്ക് നോക്കാം. സിലബസ് അനാലിസിസിനൊപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് PYQ അനാലിസിസ്. PYQ അനാലിസിസിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കി തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 ആണ്. അതായത് ഫിസിക്സിൻ്റെ പാർട്ടിലെ മൊഡ്യൂൾ 1 ആണ്. നിങ്ങൾ ഈ മൊഡ്യൂൾ നോക്കിക്കേ. പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ ഡൈനാമിക്സ് തൊട്ട് വിസ്കോസിറ്റി വരെയുള്ള ഭാഗമുണ്ട് അല്ലേ? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറിയ ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് വെച്ച് പഠിച്ചാൽ മതിയല്ലോ. കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ആകെ SCERT ടെക്സ്റ്റിന് പുറത്തുനിന്ന് വരുന്നത് റൊട്ടേഷണൽ ഡൈനാമിക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ അധികം ഒന്നുമില്ല. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എവിടുന്ന ഡിഗ്രി ലെവലിൽ നിന്നാണ്. ബാക്കിയെല്ലാം SCERTയിലുണ്ടല്ലോ, നമുക്കത് മതി എന്ന് പറഞ്ഞ് നമ്മളിരിക്കും അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ചോദ്യം കാണിച്ചു തരാം. 2018 നടന്ന പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചന്ദ്രനിലെ പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? നമ്മളിത് ഏത് ചാപ്റ്ററിലാണ് ഫിസിക്സിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാഠത്തിലാണ് അല്ലേ? ഇനി നോക്കിക്കേ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഇവിടെ മെൻഷൻഡ് ആണോ? അല്ല അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, സിലബസിലെ ഓരോ വേർഡ്സിനും ഉള്ളിൽ എന്താണ്, പല ടോപ്പിക്ക് ഇൻഡെപ്തിൽ സ്കാറ്റേർഡ് ആണ്. ഇനി ആ ഒരു ചോദ്യത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് നോക്കാം. അതേ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കാം. നോക്കിക്കേ, ഭൂമിയുടെ ആരം ഇപ്പോഴത്തതിൻ്റെ 2 ഇരട്ടിയായാൽ പുതിയ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാകും? ഏതാണ് ടോപ്പിക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഗ്രാവിറ്റേഷൻ്റെ ടൈം പീരീഡിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇനി നോക്ക്, സിലബസ് നോക്കിക്കേ. ഗ്രാവിറ്റേഷൻ മെൻഷൻഡ് അല്ല, പക്ഷേ ഈ പാഠഭാഗത്ത് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കേണ്ട 10 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഈ സിലബസ് ഈ ഒരു പാർട്ടിൽ മെൻഷൻ ചെയ്യാത്ത ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ എന്താണ്, ഇവിടെ ഓൾറെഡി പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്നുണ്ട്, അതിനുള്ളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? അപ്പം നമുക്ക് എന്താണ് പ്രശ്നം? നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കാതെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പഠിച്ചു പോകും. ഈ സിലബസ് മനസ്സിലാക്കിയിട്ട് PYQ ഇല്ലെങ്കിലോ നമുക്ക് എന്താണ്, ഇതേ പ്രശ്നമാണ് നമുക്ക് പറ്റുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ SRPയിലെ മൂന്നാമത്തെ എലമെൻ്റ് ആണ് എന്ത്? മോക്ക് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ പ്രാധാന്യം ഞാൻ അതും ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മളുടെ തെർമോഡൈനാമിക്സിൻ്റെ ഭാഗത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് ചോദ്യം. RMS വെലോസിറ്റിയും അതുപോലെ തന്നെ എന്താണ് ആവറേജ് വെലോസിറ്റിയും തമ്മിലുള്ള പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കാണാൻ പഠിച്ചിട്ട് പോകും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അവിടെ? എന്ത് പറ്റും? നമുക്ക് കൃത്യമായി വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മൾ കണ്ടന്റ് പഠിക്കും. അപ്പോൾ പഠിക്കുന്നവരെന്ത് ചെയ്യും? കണ്ടന്റ് പഠിച്ചിട്ട് പോകും. കണ്ടന്റ് മാത്രം പോരാ, കോൺസെപ്റ്റ് മാത്രം പോരാ, അത് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലും കൂടി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ RMS = √3 kBT/m അല്ലെങ്കിൽ എന്താണ് R_average = √8 kBT/πm എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോകും. പക്ഷെ കാര്യമുണ്ടോ? നമുക്കത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ എന്തെടുക്കണം? മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. ഇനി അടുത്തത് എന്താണ്?
അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷനാണ്. ശ്രദ്ധിച്ചോണം, വെറും റിവിഷൻ അല്ല, പീരിയോഡിക് റിവിഷൻ. നമ്മൾ 6 ദിവസമോ 7 ദിവസമോ നമ്മൾ പഠിച്ചു. ആ പഠിച്ച കാര്യം എന്ത് ചെയ്യണം? 8ാമത്തെ ദിവസം ഒന്ന് റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ 10 ദിവസം പഠിച്ചു, നമ്മൾ 11ാമത്തെ ദിവസം റിവിഷൻ ചെയ്യണം. അല്ല നമ്മൾ 20 ദിവസം പഠിച്ചു, അത് 40ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുന്നതല്ല, മറിച്ച് പീരിയോഡിക്. അത് സയൻറ്റിഫിക് ആണ്, പീരിയോഡിക് റിവിഷൻ. ഞാൻ അധ്യാപകരോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്കറിയാം മെമ്മറി ടെക്നിക്കും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് റിവിഷന്? റിവിഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ റിവിഷൻ കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് അത് പീരിയോഡിക് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയി, സിലബസ് അനാലിസിസ് ആയി, പിന്നെ എന്തായി, മോക്ക് ടെസ്റ്റ് ആയി, പീരിയോഡിക് റിവിഷനായി. ഇത് മാത്രം മതിയോ? അല്ലേ? ഇത് മാത്രം മതിയോ നമുക്ക്? ഇത് മാത്രം പോരാ, അല്ലേ? കാരണം എന്താണ്? നമ്മൾ മനുഷ്യനാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും, അല്ലേ? നമുക്കൊരു മടുപ്പ് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേഷൻ വേണം. അല്ലെങ്കിൽ എന്താണ്, നമ്മളോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കണം. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം, അല്ലേ? ഇപ്പം നമുക്ക് എന്താണ്, നമ്മളെ PV സിന്ധുവിൻ്റെ കഥ അറിയാം, അല്ലേ? നമ്മുടെ ലോക ബാഡ്മിൻ്റൻ്റെ ചാമ്പ്യൻ ആയിരുന്നു. അവരവരുടെ കോച്ചിനെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ സമയത്ത് അവസാനത്തെ 4 മാസം മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കരുതെന്ന്. അതുപടി കേട്ടിട്ടാണ് PV സിന്ധു എവിടെ എത്തിയത്? അന്താരാഷ്ട്ര ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ 1ാമതെത്തി, ലോക ചാമ്പ്യനായി. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി സബ്ജക്റ്റ് അറിയുന്ന ഒരാൾ വേണം, അല്ലേ? ഫിസിക്സ് മാത്രം പോരാ, കെമിസ്ട്രിയിലും സ്വാധീനം വേണം, ഫിസിക്സിലും സ്വാധീനം വേണം, ജനറൽ പേപ്പർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള റിനൈസൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ തന്നെ എന്താണ്, പെഡഗോജി, മെത്തഡോളജി ഇൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതിലെല്ലാം സ്വാധീനമുള്ള ഒരാൾ നമ്മളെ ലീഡ് ചെയ്യണം, അല്ലേ? ഇനി നമ്മൾ നോക്കിക്കേ, ഇതിനെല്ലാം എടുക്കുന്ന സമയം ഒന്ന് നോക്കിക്കേ. ഇപ്പം നമുക്ക് കൃത്യമായിട്ട് സിലബസ് അനാലിസിസ് നടക്കണം, PYQ അനാലിസിസ് നടത്തണം, മോക്ക് ടെസ്റ്റ് നടത്തണം. ഇതിനൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സമയം കൊണ്ട് നടക്കുമോ? നമ്മൾ HSAയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണ്? ജാനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 എന്ന് ക്ലോസ് ചെയ്തു. ജാനുവരി 30 ക്ലോസ് ചെയ്തു. ഇപ്പം ഏകദേശം ഈ മാർച്ച് 30 വരുമ്പോൾ 90 ദിവസമാകും നോട്ടിഫിക്കേഷൻ. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക, നിങ്ങളുടെ പഠനം എവിടെ എത്തി. അങ്ങനെ പഠനത്തിൽ കാര്യമായിട്ട് പുരോഗതി ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ എന്താണ്, പഠനം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ കൂടുതലും അധ്യാപകരാണ്. അവർക്ക് മാർച്ച് ഏപ്രിലൊക്കെയാണ് സമയമുള്ളത്. മെയ്യും ഏപ്രിലും ഒക്കെയാണ് സമയമുള്ളത്. മാർച്ച് വരെ അവർക്ക് ക്ലാസ്സാണ്, മറ്റന്നാൾ സ്കൂൾ അടയ്ക്കും. ഇങ്ങനെയുള്ളവരെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ്, ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ, അതായത് ഒരു 1 ടൈം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു 1 സ്റ്റെപ്പ് സൊല്യൂഷനായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് ഒരു പൂൾ ഓഫ് ഫാക്കൽറ്റി ഉണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള റിസോഴ്സ് മാനേജ് ചെയ്യാൻ അറിയാവുന്നവരുണ്ട്. അത് ടൈം ആയിക്കോട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മുടെ കണ്ടന്റ് റിസോഴ്സസ് എല്ലാം മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരു ടീം തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്താണ്, ഈ വരുന്ന വെക്കേഷനിൽ HSA ഫിസിക്കൽ സയൻസിൽ നിങ്ങളെ ആദ്യ 50 റാങ്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു കൃത്യമായ പ്ലാനോട് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലാൻ നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ 7-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അതായത് ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി 3 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ്. നോ റെക്കോർഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ലൈവ് ആക്സസിബിൾ ആണ്. ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. ഇനി നോക്കുക, 7/4/2025 ആദ്യത്തെ ടോപ്പിക് മൊഡ്യൂൾ 3 ബേസിക് സ്പെക്ട്രോസ്കോപ്പിയാണ് എടുക്കുന്നത്. അതിന് നോക്കിക്കുക, ബേസിക് സ്പെക്ട്രോസ്കോപ്പി കഴിഞ്ഞിട്ട് നേരെ ചെറിയൊരു ടോപ്പിക്കാണ് ബേസിക് സ്പെക്ട്രോസ്കോപ്പി മൊഡ്യൂൾ 3. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മൊഡ്യൂൾ 4 മൊഡ്യൂൾ 3 നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ മൊഡ്യൂൾ 3 സ്പെക്ട്രോസ്കോപ്പി കഴിഞ്ഞിട്ട് വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, മൊഡ്യൂൾ 3 സ്പെക്ട്രോസ്കോപ്പി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ബോർ ആറ്റം മോഡലിലേക്കാണ്, വെക്ടർ ആറ്റം മോഡൽ, അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്ര. അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിച്ചവർക്ക് അറിയാം എന്താണ് ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പിയുടെ കണ്ടിന്യൂറ്റിയാണ് മൊഡ്യൂൾ 4 കിടക്കുന്നതെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, പകുതി അവിടെ ഇട്ട് പഠിച്ചു, പകുതി ഇവിടെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വീണ്ടും പണിയാണ്.
ഇനി നോക്കിക്കേ, അടുത്ത മൂന്നാമത്തെ ക്ലാസ് വരുന്നത് എന്താണ്? എനർജി ലെവൽ ഇൻ മോളിക്യൂൾസ് ആണ്. അതേതാണ്? അത് അഡ്വാൻസ്ഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്. NMR-ഉം ESR-ഉം ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയും മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയും വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയും എല്ലാം വരുന്ന ആ വലിയൊരു വിഭാഗം. ഇത് മൂന്നും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പം കൃത്യമായ സിലബസ് അനാലിസിസ് ഇല്ലാതെ ഒരു പ്ലാനർക്ക്, ഒരു അധ്യാപകന് എന്താണ് ഇങ്ങനെ ക്ലാസ് ഡിസൈൻ ചെയ്യാൻ കഴിയുകയില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് നോക്കുക. എന്താണ്? ആദ്യം തെർമോഡൈനാമിക്സ്, ആ തെർമോഡൈനാമിക്സിന് ശേഷം മെറ്റലർജി, കാരണം മെറ്റലർജിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളെ HSIയിലെ ആദ്യ 50 റാങ്കുകളിൽ എത്തിക്കാൻ വേണ്ടി ഒരു പുതിയ പ്ലാനോട് കൂടി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വെക്കേഷൻ ബാച്ച് ഏപ്രിൽ 7-ാം തീയതി ആരംഭിക്കും. ആ വെക്കേഷൻ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആണ് എന്ത്? ഫീസ് 4999 രൂപ, ഡെയിലി 3 hour ലൈവ് സെഷനാണ്. രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ വെച്ചിട്ടാണ് ഞങ്ങൾ നിലവിലത് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ജനറൽ പേപ്പർ, 20 മാർക്കിൻ്റെ ജനറൽ പേപ്പറിന് ഞങ്ങൾ ലൈവ് സെഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട് റെക്കോർഡഡ് സെഷൻ. അതുപോലെ തന്നെ എന്താണ്? കൃത്യമായ മോഡൽ എക്സാംസ്. അതിന് പുറമെ എന്തായിരിക്കും? മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ എക്സാം നടക്കുന്നത് വരെ എന്തായിരിക്കും? കൃത്യമായ മെൻറ്റർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വെർഷൻ കിട്ടും. അല്ലാതെ എല്ലാം റെക്കോർഡഡ് അല്ല, ആ ലൈവ് സെഷൻസിൻ്റെ റെക്കോർഡഡ് വെർഷൻ മാത്രമേ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ എൻക്വയറി നടത്തുക. സീറ്റ് ലിമിറ്റഡ് ആണ്. നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക, ഞങ്ങളോടൊപ്പം യാത്രയിൽ ജോയിൻ ചെയ്യുക. ആ യാത്ര അവസാനം നിങ്ങളുടെ HSI ഫിസിക്കൽ സയൻസ് ആ ഒരു ഡെസിഗ്നേഷനിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നല്ല ഗവൺമെൻറ് സ്കൂളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.